ഇപ്പോൾ പാരൻസിസിൽ ആദ്യം ഒരു സ്റ്റാക്ക് -1 ആയിട്ട് ഇനിഷ്യലി ചെയ്യാൻ പറയും. അപ്പോൾ ആദ്യം നമ്മളൊരു സ്റ്റാക്ക് ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ഒരു സ്റ്റാക്ക് ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് പറയണത് ആദ്യം -1 ഫസ്റ്റ് സാധനം -1 ആക്കി ഇട്ടു. ഇനി നമുക്ക് ഇതാണ് വേണ്ടത്. ഇപ്പോൾ ഇതിൽ എത്ര എണ്ണം ഉണ്ടെന്നാണ് നമുക്ക് അറിയേണ്ടത്. ഇത് കണ്ടാലും അറിയാം ഇതും വാലിഡാണ്, ഇത് വാലിഡ് അല്ല. അപ്പോൾ ടോട്ടൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടത് 2 ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കേട്ടോ. ഇതിൻ്റെ ഇൻഡെക്സ് നമ്പർ 0, ഇൻഡെക്സ് നമ്പർ 1, 2. ഇനി ഇപ്പോൾ ഇതിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ഇ ഓഫ് ഐ ഈക്വൽ ടു ഓപ്പണിംഗ് ബ്രാക്കറ്റ്. അപ്പോൾ ഫസ്റ്റ് ഐ ഈക്വൽ ടു 0ൽ ഓപ്പണിംഗ് ബ്രാക്കറ്റ് വേണം നോക്കി. ഐ ഈക്വൽ ടു 0ൽ ഫസ്റ്റ് ഇത് ഓപ്പണിംഗ് ബ്രാക്കറ്റാണ്. അപ്പോൾ അവരെന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പണിംഗ് ബ്രാക്കറ്റ് ആണെങ്കിൽ സ്റ്റാക്ക് ഡോട്ട് അപ്പെൻഡ് ഐ. അപ്പോൾ സ്റ്റാക്കിക്ക് നമ്മൾ ഐ കയറ്റി തന്നെ പറയണം. അപ്പോൾ നമ്മൾ സ്റ്റാക്കിക്ക് ഐനെ കയറ്റി. ഐ 0 ആണെങ്കിൽ സ്റ്റാക്കിക്ക് നമ്മൾ ഐനെ കയറ്റി 0 ആയി. അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ബാക്കിയുള്ള നോക്കേണ്ട ആവശ്യമില്ല. അടുത്തത് ഇത് നോക്കുക, രണ്ടാമത്തേത് ഐ ഈക്വൽ ടു 1. ഐ ഈക്വൽ ടു 1 ആകുമ്പോൾ അത് എന്താ എൽസ് കണ്ടീഷനെ ഓപ്പണിംഗ് ക്ലോസിംഗ് ബ്രാക്കറ്റ് അല്ലോ, എൽസ് കണ്ടീഷനിലേക്ക് പോയി. എൽസ് കണ്ടീഷൻ വരുന്നത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാക്ക് ഡോട്ട് പോപ്പ്. അപ്പോൾ നമ്മൾ സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്തു. ആദ്യം കയറ്റി 0 തന്നെ നമ്മൾ പോപ്പ് ചെയ്തു കളഞ്ഞു. പോപ്പ് ചെയ്യാൻ പറഞ്ഞപ്പോൾ നമ്മൾ പോപ്പ് ചെയ്തു. സ്റ്റാക്ക് എംപ്റ്റിന് ഇഫ് നോട്ട് സ്റ്റാക്ക് എന്ന് വെച്ചാൽ സ്റ്റാക്ക് എംപ്റ്റി ആണോ എന്ന് ചോദിക്കണേ. അപ്പോൾ സ്റ്റാക്ക് എംപ്റ്റി ആണോ? അല്ല, സ്റ്റാക്ക് എംപ്റ്റി അല്ല. നമ്മൾ സ്റ്റാക്ക് എംപ്റ്റി ആണോ നോക്കിയപ്പോൾ അല്ല, സ്റ്റാക്ക് എംപ്റ്റി അല്ല. അപ്പോൾ നമ്മൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, എൽസിക്ക് പോവാം, കാരണം സ്റ്റാക്ക് എംപ്റ്റി അല്ല. CL ഈക്വൽ ടു ഐ മൈനസ് സ്റ്റാക്ക് ഓഫ് -1. അപ്പോൾ നമ്മൾ CL ഈക്വൽ ടു ഐ എത്രയാണ് നമ്മുടെ 1. ഇതാണ് CL ഈക്വൽ ടു ഐ മൈനസ് സ്റ്റാക്ക് ഓഫ് -1. അതായത് ഐ നമുക്ക് ഇത് 1. CL ഈക്വൽ ടു 1 മൈനസ് സ്റ്റാക്ക് ഓഫ് -1. എന്നിട്ട് സ്റ്റാക്കിലത്തെ ഏറ്റവും മുകളിലത്തെ എലമെൻറ്റ് ഇത് പോപ്പ് കാരണം മുകളിലത്തെ എലമെൻറ്റ് -1 ആണ്. 1 ഓഫ് -1. അപ്പോൾ CL ഈക്വൽ ടു നമുക്ക് 1 + 1 2y. CL ഈക്വൽ ടു 2 കിട്ടി. CL ഈക്വൽ ടു 2. L ഈക്വൽ ടു മാക്സ് ഓഫ് L, CL. L ഈക്വൽ ടു മാക്സ് ഓഫ് L 0ഉം CL 2ഉം. ഇപ്പോൾ L എത്രയും 2y. ഇപ്പോൾ L ഈക്വൽ ടു 2. ഇപ്പോൾ 2 കിട്ടി. ഇനി നമുക്ക് ഐ ഈക്വൽ ടു 2 നോക്കണം. ഐ ഈക്വൽ ടു 2ൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണോ നോക്കി, ക്ലോസിംഗ് ബ്രാക്കറ്റാണ് കണ്ട, ഓപ്പണിംഗ് ബ്രാക്കറ്റ് അല്ല ക്ലോസിംഗ് ബ്രാക്കറ്റ് ആണ്. അപ്പോൾ നമ്മൾ എൽസിക്ക് വന്നു. എൽസിൽ ആണെങ്കിൽ ആദ്യം പറഞ്ഞു പോപ്പ് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ വീണ്ടും തന്നെ പോപ്പ് ചെയ്യുക. ഇങ്ങനെ പോപ്പ് ചെയ്തു. എന്നിട്ട് സ്റ്റാക്ക് എംറ്റി ആണോ എന്ന് ചോദിക്കണേ. അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ സ്റ്റാക്ക് എംറ്റി ആയി. സ്റ്റാക്ക് എംറ്റി ആണെങ്കിൽ ഐനെ അപ്പെൻഡ് ചെയ്യുക. ഐ നമുക്ക് എത്ര കിട്ടിയ 2. അപ്പോൾ നമ്മളിവിടെ 2 ഇവിടെ കയറ്റി ഐനെ അപ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞു. എൽസ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പ്രിന്റ് എൽ നമുക്ക് ഓൾറെഡി കിട്ടി കഴിഞ്ഞു. L ഈക്വൽ ടു 2 ഉണ്ട്. അപ്പോൾ അതിൽ 2 വാലിഡാണ് നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് 2. ഈ 2 ഇത് വാലിഡ്.